അർജു എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട, കാരണം 9ാം ക്ലാസ്സുകാർക്ക് അടുത്ത മാസം പരീക്ഷ അടക്കാണല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ അവരെ അറിയിക്കാണ്ട്, കാണിക്കുകയാണെങ്കിൽ ലൈവും ഉണ്ട്. അപ്പോൾ ലൈറ്റപ്പും സ്റ്റുഡിയോ സാധനങ്ങളൊന്നും വേണ്ട, സാധാ നോർമൽ വീഡിയോ മതി കേട്ടോ. പെട്ടെന്ന് വാ. 2 തരത്തിൽപ്പെട്ട കുട്ടികളാണ് ഈ വീഡിയോ കാണേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരും ഇനി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ. രണ്ടാമത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അടുത്ത മാസം പരീക്ഷ നടക്കുകയാണല്ലോ, ആ പരീക്ഷയിൽ ഫിസിക്സിൽ ഫുൾ മാർക്ക് നേടിയിട്ട് ക്ലാസ്സിൽ സ്റ്റാർ ആവാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരാണ് ഈ വീഡിയോ കാണേണ്ടത്. അങ്ങനെയെങ്കിൽ മക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസാണ്. സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്സിനകത്ത് 3 ചാപ്റ്ററുകളാണ് പരീക്ഷയ്ക്ക് വരിക. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം പോലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് മോഷൻ. നമ്മുടെ ഫിസിക്സിൽ തന്നെ നമ്മളെ ഓണപരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇക്വേഷൻ ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. അതിനകത്താണെങ്കിലോ ഗ്രാഫുകളും ഇക്വേഷനൊക്കെ വരുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്നാണ്. അത് കഴിഞ്ഞ വർഷം ആകെ 2 ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, സാർ ഇത്രയും ചാപ്റ്ററൊക്കെ ഇനി പഠിക്കാനുള്ള സമയമുണ്ടോ? ഉണ്ട്. അതിനും ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, നമ്മളെ സൈലത്തിൻ്റെ യൂട്യൂബ് ചാനൽ വരുന്ന എല്ലാ കണ്ടൻറ് വീഡിയോകളും എല്ലാ പബ്ലിക് ലൈവുകളും മുടങ്ങാതെ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ഇനി അതല്ല, നമ്മൾ സൈലത്തിൻ്റെ ഒരു ഓണപരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ആ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഒരു കോൺഫിഡൻറ്റോട് കൂടി സ്കൂളിലെ എക്സാം നിങ്ങൾക്ക് എഴുതണം. അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, മടിക്കാതെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയാക്കാം. ഓക്കെ, ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പറഞ്ഞു വന്ന് നോക്കുമ്പോൾ ഫുൾ സെറ്റപ്പ് ആയാലും അർജുനെ, ഫുള്ള് ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ആയില്ലേ. ഓക്കേടാ, താങ്ക് യു. ഞാൻ പോക്കി, ക്ലാസ് ഉണ്ട്.